ഹലോ ആൾ, കുഞ്ഞൊരു കാര്യം ഷെയർ ചെയ്തോട്ടെ. നമ്മളെല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണ് അല്ലേ? പ്രത്യേകിച്ച് ഒരു 30+ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് ഹെൽത്ത് കോൺഷ്യസ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ മൾട്ടി വിറ്റമിൻസ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നവരായിരിക്കും. പക്ഷേ എപ്പോഴൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോഴല്ലേ? പക്ഷേ അങ്ങനെയല്ല, എല്ലാത്തിനും അതിൻ്റെതായിട്ടൊരു സമയമുണ്ട്. അപ്പോൾ മൾട്ടി വിറ്റമിൻസ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഫുൾ സ്റ്റമക്ക് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച് കഴിച്ചതിന് ശേഷം കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതിൻ്റെ ഫുൾ അബ്സോർപ്ഷനും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൊമക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്സെറ്റ് ആവുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ദെൻ ഫാറ്റ് സോളബിൾ വിറ്റമിൻസ് A, D, E and K. അപ്പോൾ ഇങ്ങനെയുള്ള വിറ്റമിൻസ് എടുക്കുമ്പോൾ എപ്പോഴും ഒരു ഫാറ്റ് റിച്ച് ആയിട്ടുള്ളൊരു ഫുഡ് കഴിച്ചതിന് ശേഷം കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതായത് അവക്കാഡോ, നട്ട്സ്, ഓയിൽസ് അങ്ങനെയുള്ള ഫുഡ്സ് കഴിച്ചതിന് ശേഷം കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ദെൻ വാട്ടർ സോളബിൾ വിറ്റമിൻസ് ആയ വിറ്റമിൻ C and B കോംപ്ലക്സ് ഇവ എപ്പോഴും എംപ്റ്റി സ്റ്റൊമക്കിൽ, ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞുവെങ്കിൽ ഒരു 2 hours ഗ്യാപ്പ് ഇട്ട് അല്ലെങ്കിൽ മോർണിംഗിൽ എംപ്റ്റി സ്റ്റൊമക്കിൽ വിത്ത് വാട്ടർ കഴിക്കുന്നതായിരിക്കും ബെസ്റ്റ്. ദെൻ മെഗ്നീഷ്യം നമ്മളെപ്പോഴും ഈവനിങ് ആയിരിക്കും ബെസ്റ്റ് ടൈം, അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്നതിനും ഒരു 30 minutes മുന്നേ കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അത് നല്ല ഉറക്കം കിട്ടാനും നല്ലതുപോലെ നമ്മുടെ മസിൽസൊക്കെ റിലാക്സ് ആകാനും ഹെൽപ്പ് ചെയ്യും. ദെൻ അയൺ കഴിക്കുമ്പോൾ എപ്പോഴും എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പക്ഷേ ചിലർക്ക് ഈ അയൺ ടാബ്ലറ്റ്സ് കഴിക്കുമ്പോൾ ഒരു നൊസിയ, വോമിറ്റിംഗ് ഫീൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ ഫുഡിന് ശേഷം കഴിക്കുന്നതായിരിക്കും നല്ലത്. ദെൻ കാൽസ്യം കഴിക്കുമ്പോൾ ഒരു സ്പ്ലിറ്റ് ഡോസസ് ആയിട്ട് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. സ്പ്ലിറ്റ് ഡോസസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആക്ച്വൽ ഡോസിനെ സ്പ്ലിറ്റ് ആക്കി ഒരു 3 അല്ലെങ്കിൽ 2 times കഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം. താങ്ക് യു.